ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊന്ന് 2024 ഫസ്റ്റ് വീഡിയോ ആയിരിക്കും. ഞാനൊരു ഷോർട്ട് ഇട്ടായിരുന്നു, പക്ഷേ ലോങ് ആയിട്ടുള്ള വീഡിയോ ഇത് ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം ഞാൻ എല്ലാ പ്രാവശ്യം ഇതുപോലെ വന്നിട്ട് ഓരോ എക്സ്ക്യൂസ് പറയാറുണ്ട്. നെക്സ്റ്റ് ഇനി അങ്ങോട്ട് റെഗുലറായിട്ട് ഇടാം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഗ്യാപ്പ് വരാറുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം, എന്ത് കണ്ടൻറ്റ് അല്ലെങ്കിൽ എന്ത് ടൈപ്പ് വീഡിയോ ഇടും എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനാണ് എനിക്ക്. കാരണം ഇപ്പം പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് കാണുന്നവരുടെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് വീഡിയോസ് എന്ന് പറയുന്നത് പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ കൂടുതലും ആൾക്കാർ വ്ളോഗ്സും അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള വീഡിയോസാണ് കൂടുതലും കാണാറുള്ളത്. അപ്പം ഞാൻ കൂടുതലും എൻ്റെ ചാനലിടുന്നത് കോണ്ടൻറ്റ് വീഡിയോസാണ്. അപ്പോൾ അതിൽ സ്കിൻ കെയർ, ഹെയർ കെയർ, സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്തിട്ട് കുറേ നാളായി. കാരണം അത്തരം വീഡിയോസൊന്നും ആർക്കും കാണാൻ വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇഷ്ടം പോലെ ചവറ് പോലെ വീഡിയോസ് ഉണ്ട്, ചാനൽസ് ഉണ്ട്. അപ്പോൾ അത് കാരണം ആൾക്കാർക്ക് എന്താ പറയുക, ഇങ്ങനെ ഇത്തരം വീഡിയോസ് കാണുന്നതിനോടുള്ള താല്പര്യം പോയി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പം ഞാനിപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ ഈ ഹെയർ കെയർ വീഡിയോസും സ്കിൻ കെയർ വീഡിയോസും ഒക്കെ ഇടുന്ന ഇപ്പം എനിക്കൊന്നും ഈ കുറേ കാലമായിട്ട് ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ ഹെയർ കെയർ വീഡിയോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഒരുപാട് നമ്മുടെ ചാനൽ ഓൾറെഡി ഉണ്ട്. ചെയ്ത സാധനം തന്നെ വീണ്ടും എടുത്ത് മാറ്റിയും തിരിച്ചുവിടാൻ എനിക്ക് താല്പര്യമില്ല. നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരുപാട് ഹെയർ കെയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ച് പേര് ഹെയർ ഗ്രോ ചലഞ്ച് ചെയ്യാൻ കുറേ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഒരു 3-4 ഹെയർ ഗ്രോ ചലഞ്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഹെയർ ഗ്രോ ചലഞ്ച് എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും ഓരോ സാധനങ്ങൾ മുടിയിൽ അപ്ലൈ ചെയ്ത് അതിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. അപ്പോൾ കറക്റ്റായിട്ടൊരു ഹെയർ ഗ്രോ ചലഞ്ചിന് വളരെ കുറച്ച് കാര്യങ്ങൾ മതി. അങ്ങനത്തെ ഹെയർ ഗ്രോ ചലഞ്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് നേരത്തെയുള്ള വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാനായിട്ട് പറ്റും. മുടിക്ക് അല്ലെങ്കിൽ മുടി വളർച്ചയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഒരുപാട് സാധനങ്ങൾ എടുത്തിട്ട് നമ്മുടെ മുടിയിലായാലും ഫേസിലായാലും പരീക്ഷിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ചെയ്യുക. അപ്പോൾ അത് ഓൾറെഡി കുറേ സാധനങ്ങൾ തന്നെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്കിൻ കെയർ, ഹെയർ കെയർ പോലുള്ള സാധനങ്ങൾ അധികം നമ്മുടെ ചാനലിൽ ഇടാത്തത്. കാരണം ചെയ്തത് തന്നെ വീണ്ടും മാറ്റിയും തിരിച്ചും കാണിക്കാൻ അതും എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. കാണുന്നവർക്ക് യൂസ്ഫുൾ ആവണം, അത്ര സാധനങ്ങൾ ഇടാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് കിട്ടുമ്പോഴാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കോണ്ടന്റ് നല്ലത് കിട്ടുമ്പോൾ ഞാൻ ഇടും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഗ്യാപ്പ് വരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്, ഇയറിങ്സ് മേക്കിംഗ്. അതിൽ എപ്പോക്സി റെസിൻ വെച്ചിട്ടുള്ള ഇയറിങ്സ്. അപ്പോൾ അതിന് അത്യാവശ്യം കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു. അതിന് അത്യാവശ്യം വ്യൂസ് ഉള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. കാരണം ഒരു നമ്മുടെ ചാനലിട്ട ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആയിരുന്നു. അപ്പോൾ സെയിം ഇന്ന് ഞാൻ അതിൻ്റെ നമുക്ക് എന്താ പറയുക, ഇയറിങ്സ് എങ്ങനെ എപ്പോക്സി റെസിൻ വെച്ച് തന്നെ വേറെ ഒരു രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അന്ന് നമ്മൾ പെയിൻറ്റ് വെച്ചിട്ടൊക്കെയാണ് ചെയ്തത്. പെയിൻറ്റ് അതുപോലെ തന്നെ ബീഡ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അന്ന് ചെയ്തത്. അപ്പോൾ ഇന്ന് നെയിൽ പോളിഷൊക്കെ വെച്ച് നമുക്ക് എങ്ങനെ നല്ല ഇയറിങ്സ് എപ്പോക്സി റെസിൻ വെച്ചിട്ടുണ്ടാക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ഇട്ടേക്കുന്നത് എപ്പോക്സി റെസിൻ്റെ ഒരു ഇയറിങ്സ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ നെയിൽ പോളിഷ് വെച്ചിട്ട് തന്നെ ചെയ്തതാണ്. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് നെയിൽ പോളിഷ് നെയിൽ പോളിഷ് കുറച്ച് ഇയറിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാം. ഭയങ്കര ഈസിയാണ്. പിന്നെ എപ്പോക്സി റെസിൻ യൂസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഈ റെസിനും ഹാർഡനറും കൂടെ മിക്സ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ശ്വസിക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ അത് കാരണം മാസ്ക് വെക്കണം, അതുപോലെ തന്നെ ഗ്ലൗസ് ഇടണം. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ആ സ്ഥലത്തേക്ക് അടുപ്പിക്കാതിരിക്കുക. ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയിരുന്ന് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ ചെയ്യാതിരിക്കുക. അങ്ങനെ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. റെസിൻ അത് ബിസിനസ്സായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം എനിക്ക് കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബിസിനസ്സായിട്ട് ചെയ്യുന്നവരുണ്ട്, ഇന്നത്തെ വീഡിയോസ് വീണ്ടും വേണം, അവർക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ട്, അങ്ങനത്തെ പറഞ്ഞ് കുറച്ച് പേര് കമൻറ്റ് ഇട്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ വീണ്ടും അത് ചെയ്തത്. അപ്പം നമുക്ക് ഇന്ന് എപ്പോക്സി റെസിനിൽ നെയിൽ പോളിഷ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഇയറിങ്സ് ഉണ്ടാക്കാം എന്നുള്ളത് കാണിച്ചു തരാം. അപ്പം ഞാൻ ഇതിൽ
പുതിയ ഒരു മൗൾഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മൗൾഡ് ആണ്. അപ്പോൾ ഈ ഇയറിങ്സിൻ്റെ പല പല ഷേപ്പുകളിൽ നമുക്ക് ഇയറിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മൗൾഡുണ്ട്. സിലിക്കോൺ മൗൾഡ് നമുക്ക് ഓൺലൈനൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ആമസോണിലൊക്കെ മേടിക്കാൻ പറ്റും. ഫ്ലിപ്കാർട്ടിലുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഞാൻ ആമസോണിലാണ് മേടിച്ച്. ഞാൻ എൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല നല്ല കോണ്ടന്റ് വീഡിയോസ് ഞാൻ ഇടാറുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടൂ, വീഡിയോസ് ഒന്നും മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇയറിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടുന്ന സാധനം എപ്പോക്സി റെസിനാണ്. അപ്പോൾ ഇത് 2 ബോട്ടിലായിട്ടാണ് വരുന്നത്. ഒന്ന് റെസിനും ഒന്ന് ഹാർഡനറും. ഇതിൽ വലിയ ബോട്ടിലുള്ളത് റെസിനും ചെറിയ ബോട്ടിലുള്ളത് ഹാർഡനറുമാണ്. അപ്പോൾ ഇത് 3:1 എന്ന റേഷ്യോയിലാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മിക്സിംഗ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നമ്മുടെ ഫസ്റ്റ് ഇയറിങ്സ് മേക്കിംഗ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അത് പോയി കാണുക. അപ്പോൾ നമുക്ക് ഇയറിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേണ്ടത് മൗൾഡാണ്. ഇത് സിലിക്കോൺ മൗൾഡാണ്. ഇതൊക്കെ നമുക്ക് ഓൺലൈൻ മേടിക്കാൻ പറ്റും. അപ്പോൾ ആ ചെറിയ മൗൾഡ് വെച്ചാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇയറിങ്സ് മേക്കിംഗ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇത് രണ്ടാമത് ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ വേറെ ടൈപ്പ് വെറൈറ്റി ആയിട്ടുള്ള ഷേപ്പുകളുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയറിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഞാനിവിടെ ഇതുപോലത്തെയുള്ള പ്ലാസ്റ്റിക് ലീഫ്, അതായത് നമ്മൾ ഈ പ്ലാസ്റ്റിക് ചെടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് എടുത്തതാണ് ഒരു ചെറിയ ലീഫ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലത്തെ കുഞ്ഞു ഇതുപോലത്തുള്ള ഒരു സാധനം കൂടി, ഇത് പ്ലാസ്റ്റിക് തന്നെയാണ്. ഇതുപോലത്തുള്ള ചെറിയ ഇങ്ങനെ എന്താ നമ്മുടെ ഈ ഗ്രാസ് ഇല്ലേ, അതുപോലത്തെ ഒരു ടൈപ്പാണ്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഡ്രൈ ഫ്ലവർ ഉണ്ടല്ലോ, അതൊക്കെ എടുക്കാം. എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ എന്താ പറയുക, ഈ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ളത് കാണിക്കുന്നു എന്ന് മാത്രം, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. അപ്പോൾ ഞാൻ ആ റൗണ്ടിലുള്ള ആ ഒരു മൗൾഡിലേക്ക് ആ ഗ്രാസ് പോലത്തെ സംഭവം റെക്റ്റാങ്കിളിൽ ഞാൻ ലീഫും വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു എപ്പോക്സി റെസിൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ കവിഞ്ഞ് പുറത്തേക്ക് വരാൻ പാടില്ല. ആ ഒരു കറക്റ്റ് ലെവലിൽ നമ്മൾ കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ ആ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തൊക്കെ കൊടുത്തിട്ട് വീണ്ടും ബാക്കി ഒഴിക്കുക. അപ്പോൾ കവിഞ്ഞ് പോവാതെ നോക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് ഇതുപോലെയും ചെയ്യാം. നെക്സ്റ്റ് നെയിൽ പോളിഷ്. അപ്പം ഞാനിവിടെ ഒരു ഗ്രേപ്പിൻ്റെ ഒരു കളറ് നെയിൽ പോളിഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ക്യാപ്പിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ്, കണ്ടോ. എന്നിട്ട് അതിനകത്തേക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എപ്പോക്സി റെസിൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആ ഒരു ഇയറിങ്സ് മേക്കിംഗ് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് കാണിച്ചു തന്നായിരുന്നു. അതുപോലെ നമുക്ക് ഇതുപോലെ നെയിൽ പോളിഷ് വെച്ചിട്ടും ചെയ്യാം. ഇനി അത് ആ ഒരു മൗൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഒഴിക്കുമ്പോൾ ഉള്ള ആ ഒരു കളർ കണ്ടോ, അതായിരിക്കില്ല ചിലപ്പോൾ ഇത് സെറ്റ് ആവുമ്പോൾ കിട്ടുന്ന കളറ്. ചിലപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവാം. അപ്പം ഞാൻ അത് സെറ്റായി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം അത്. ഇനി പ്ലെയിൻ ആയിട്ടുള്ള എപ്പോക്സി മറ്റൊരു ഷേപ്പിലുള്ള മൗൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്, കണ്ടോ. ഇതിനകത്തേക്ക് ഒന്നും തന്നെ മിക്സ് ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, കണ്ട ഈ ഒരു രീതിയിൽ. എന്നിട്ട് ഇതിനകത്തേക്ക് നെയിൽ പോളിഷ് ഇങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേ കണ്ടില്ല, നേരത്തെ സെയിം മിക്സ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ഗ്രേപ്പ് കളറിലുള്ള നെയിൽ പോളിഷ് മിക്സ് ചെയ്ത് വെച്ചില്ലേ, അത് തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ ചെറിയ ഡോട്ട് പോലെ ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു പാറ്റേൺ പോലെ കിട്ടും. എന്നിട്ട് ഇതിൻ്റെ മേലെ ആയിട്ട് വൈറ്റ് നെയിൽ പോളിഷ് എടുത്തിട്ട് ഇങ്ങനെ ഡോട്ടായിട്ടിട്ട് കൊടുത്തിട്ട് രണ്ടും കൂടെ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു പാറ്റേൺ പോലെ കിട്ടും. അത് നമുക്ക് സെറ്റായി കഴിയുമ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ യുക്തി അനുസരിച്ച് നമ്മൾ ചെയ്യുക, അതെങ്ങനെ വേണമെന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയ അനുസരിച്ച് ചെയ്തതാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലും ഇത് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഞാൻ ഈ ഒരു പെയിൻറ്റ്, ഇതൊരു പേസ്റ്റ് ടൈപ്പ് ആക്രിലിക് പെയിൻ്റ് ആണ്. അപ്പോൾ ഇതെടുത്തിട്ട് ഇതിനകത്തേക്ക് പ്ലെയിൻ ആയിട്ടുള്ള എപ്പോക്സി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു പേസ്റ്റ് ടൈപ്പ് ആയതുകൊണ്ട് മിക്സ് ചെയ്യാനായിട്ട് ഇത്തിരി പാടായിരുന്നു. അപ്പോൾ എങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്ക് അതിൻ്റെ ആ ഒരു ചെറിയ എന്താ പറയുക, ഇങ്ങനെ മിക്സ് ആവാതെ കുറച്ച് പെയിൻ്റൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കിടക്കുന്നുണ്ട്. ഇത് നമ്മൾ അതുപോലെ തന്നെ ഞാൻ പിന്നീട് ഒഴിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് സെറ്റായി കിട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ
എന്താ പറയുക മിക്സായി കിടക്കാത്ത സാധനങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് അതൊരു നല്ലൊരു പാറ്റേൺ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ എന്ത് നമ്മൾ ചെയ്താലും അത് നല്ലൊരു ബ്യൂട്ടിഫുൾ പാറ്റേൺ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം അത്. ഇനി നമുക്ക് അടുത്ത രീതി നോക്കാം. ഇതിലേക്ക് പ്ലെയിൻ എപ്പോക്സി ഒഴിച്ചിട്ട് അതിൻ്റെ മേലെയായിട്ട് റെഡ് നെയിൽ പോളിഷ് എടുത്തിട്ട് ഇങ്ങനെ ഡോട്ടായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക, കണ്ടോ. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പിന്നീട് വൈറ്റ് നെയിൽ പോളിഷ് ഇതുപോലെ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിൽ നമുക്കൊരു പാറ്റേൺ കിട്ടും. അപ്പോൾ ഈ നെയിൽ പോളിഷ് ഇട്ടിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഒഴിക്കുമ്പോൾ നമുക്കതൊരൊറ്റ ഷെയ്ഡായിട്ടാണ് കിട്ടുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേറെ വേറെ കളറായിട്ടൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് കിടക്കുന്ന പോലത്തെയൊക്കെ ഒരു പാറ്റേൺ നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ പല പല കളർ കോമ്പിനേഷൻസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഒരു രീതി എന്ന് പറയുന്നത് പ്ലെയിൻ എപ്പോക്സി ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട്, അതായത് വേറൊരു ഷേപ്പിലുള്ള ഒരു മോൾഡാണ്, അപ്പോൾ അതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്ക് ബ്ലൂ കളർ നെയിൽ പോളിഷ് എടുത്തിട്ട് ഇങ്ങനെ നേരത്തെ കാണിച്ച പോലെ തന്നെ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിനകത്തേക്ക് ഗ്ലിറ്റർ നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പ്ലെയിൻ ആയിട്ടുള്ള എപ്പോക്സിയിലേക്ക് ഗ്ലിറ്റർ ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുത്താലും ഭംഗിയായിരിക്കും. അപ്പം ഞാൻ ഈ ബ്ലൂവിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഗ്ലിറ്ററും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ലാസ്റ്റ് സെറ്റായി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു ഗ്ലിറ്റർ ഇരിക്കുന്നത് കാണാൻ നല്ല രസമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കത് സെറ്റായിട്ട് നമുക്ക് കാണാം എങ്ങനെയുണ്ടെന്ന്. അപ്പം ഞാനിതിപ്പോൾ ചെയ്യുന്നത് ഒരു വൈകുന്നേരമാണ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഞാൻ ഇന്നിത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ടൈം ഏറ്റവും കുറഞ്ഞൊരു 8 മണിക്കൂറെങ്കിലും വേണം. പക്ഷേ ഇന്നിപ്പോൾ നിങ്ങൾ ചെയ്താൽ നെക്സ്റ്റ് ഡേ എടുക്കുക. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഇതെല്ലാം അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നിന്ന് നമുക്കിത് ഇളക്കി മാറ്റാം. ഭയങ്കര ഈസി ആയിട്ട് ഇളക്കി മാറ്റാനായിട്ട് പറ്റും. അപ്പം എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആ ഒരു പ്ലാസ്റ്റിക് ലീഫ് വെച്ചിട്ടുള്ള സാധനമാണിത്, കണ്ടോ. അപ്പോൾ അതിൻ്റെ കളറൊന്നും ചേഞ്ച് ആയിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് അതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അത് ഇരിക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഇത് നമുക്ക് കീ ചെയിനിലൊക്കെ ഇതുപോലെ ഓരോ സാധനങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ ഫോട്ടോയോ അല്ലെങ്കിൽ ഫ്ലേവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം വെച്ചിട്ട് ഇതുപോലെ കീ ചെയിൻ ചെയ്യാം. അത് നല്ല രസമായിരിക്കും. അതുപോലെ തന്നെ ഗ്ലിറ്റർ ചെയ്ത് കണ്ടോ, ബ്ലൂ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഗ്ലിറ്റർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രാസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രേപ്പ് കളറിലുള്ള നെയിൽ പോളിഷ് മിക്സ് ചെയ്തിട്ടുണ്ട്. 2 കളേഴ്സ് മിക്സ് ചെയ്തത് എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഇയറിങ്സ് മേക്കിങ്ങിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനകത്തേക്ക് നമുക്ക് ജം റിങ്സും അതുപോലെ തന്നെ ഹുക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമല്ലേ നമുക്കത് കാതിലിങ്ങനെ തൂക്കിയിടാൻ പറ്റും. അപ്പോൾ അത് ഒന്ന് ഇതിനകത്തേക്ക് എന്താ പറയുക കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഇങ്ങനെ അറ്റം കൂർത്ത പോലത്തെ ടൈപ്പ് പ്ലെയർ മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടോ. അപ്പോൾ വളരെ ഈസിയാണ് നമുക്ക് ചെയ്യാൻ, ഭയങ്കര എളുപ്പമാണ്. എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്ന രീതിയാണ്. ജസ്റ്റ് അത് മിക്സ് ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. 3:1 എന്ന് പറയുന്ന റേഷ്യോയിൽ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കമ്മലുകളെല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോന്നും നമുക്ക് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ 2 കളർ റെഡും വൈറ്റും കൂടെ ജസ്റ്റ് മിക്സ് ചെയ്ത് നല്ലൊരു പാറ്റേൺ കിട്ടിയില്ലേ, അത് നല്ല രസമല്ലേ, കേട്ടോ. നമുക്കപ്പോൾ ഇതുപോലെ പല പല കളർ കോമ്പിനേഷൻ ഇതുപോലെ നമുക്ക് പല പാറ്റേണിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു കമ്മൽ. നെക്സ്റ്റ് നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ലീഫ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് വന്നിട്ടുണ്ട് കേട്ടോ സൈഡിലൊക്കെ. പക്ഷെ ആ ബബിൾസ് വരാതിരിക്കണം, നല്ലപോലെ മിക്സ് ചെയ്യണം. പിന്നെ ഗ്രേപ്പ് കളറിലുള്ള ആ ഒരു നെയിൽ പോളിഷ് മിക്സ് ചെയ്തതും വൈറ്റും കൂടെ ചെയ്തപ്പോൾ കണ്ടോ നമുക്ക് വേറൊരു പാറ്റേൺ കിട്ടി. ഒറ്റ കളറായിട്ട് ഇങ്ങനെ ഇരിക്കുമല്ല, വേറൊരു പാറ്റേൺ ആണ്. അതുപോലെ തന്നെ പേസ്റ്റ് ടൈപ്പിലുള്ള പെയിൻറ്റ് മിക്സ് ചെയ്തതാണിത്. അപ്പോൾ ആ പേസ്റ്റ് ഫുൾ മിക്സ് ചെയ്യാതെ കിടക്കുന്നതുണ്ടോ, അപ്പോൾ അതിനൊരു വേറൊരു രീതിയിലുള്ളൊരു പാറ്റേൺ ആയിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. അതുപോലെ ബ്ലൂവിൽ ഗ്ലിറ്റർ ചേർത്തിട്ടുള്ളത് കണ്ടോ, നമുക്ക് ആ ഒരു മിനിമിനാന്നുള്ളത് കാണാനായിട്ട് പറ്റും കണ്ടോ. പ്ലെയിൻ ആയിട്ടുള്ളതിൽ ഇങ്ങനെ കളർ ഉള്ള ഗ്ലിറ്ററൊക്കെ യൂസ് ചെയ്യുമ്പോഴും നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഇത് കുറച്ചുകൂടെ ചെറിയ മൗൾഡാണ്, ചെറിയ ഷേപ്പാണ്, അപ്പോൾ നല്ല രസമാണ്. നെക്സ്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പിൽ എന്താ പറയുക ഗ്രാസ് പോലത്തുള്ള സാധനം ഇട്ടതാണിത്.
പിന്നെ ഇത് ഒരു ഗ്രേപ്പ് കളർ നെയിൽ പോളിഷ് ആയിരുന്നു, പക്ഷെ അതിൻ്റെ കളർ കണ്ടോ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ വേറൊരു ഒരു 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 ലൈറ്റ് ഓറഞ്ച് പോലത്തെയൊക്കെ ഒരു കളറാണ് കിട്ടിയിരിക്കുന്നത്. ഓറഞ്ചും അല്ല കേട്ടോ, ക്യാമറയിൽ കാണുമ്പോൾ ഒരു ഓറഞ്ച് ആയിട്ടാണ് കാണുന്നത്, പക്ഷേ സെയിം ഒഴിച്ച ആ ഒരു ഗ്രേപ്പിൻ്റെ ഡാർക്ക് കളർ അല്ല. ഇനി ഞാൻ നിങ്ങൾക്ക് നേരത്തെയൊക്കെ ചെയ്തിട്ടുള്ള കുറച്ച് ഇയറിങ്സിൻ്റെ കളക്ഷൻസും കൂടെ കാണിച്ചു തരാം. ഇതൊന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ, അപ്പോൾ അതുകൂടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതെ ഇത് ഒരു ടൈപ്പാണ്. അപ്പോൾ ഇത് വേറെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് മോൾഡിൽ ചെയ്തതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പ് കിട്ടിയത്. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പെയിൻറ്റ് തന്നെയാണ്, ആക്രിലിക് പെയിൻറ്റ്, ഗ്രീൻ കളറിലുള്ള പെയിൻറ്റ് യൂസ് ചെയ്തതാണ്. അതുപോലെ ഇതെല്ലാം പെയിൻറ്റാണ് കേട്ടോ. ഇത് ബ്ലാക്ക് കളറിലുള്ള പെയിൻറ്റ് യൂസ് ചെയ്തതാണ്. ഇത് ഒരു പേർപ്പിൾ കളറ് ചെയ്തതാണ്, പിങ്കും ഉണ്ട് പേർപ്പിളും ഉണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ ഞാൻ വേറെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ ഈ ഗ്ലിറ്റർ പേപ്പർ ഉണ്ടല്ലോ, അതാണ് കേട്ടോ, ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തതാണ് അതിൻ്റെ അറ്റത്തായിട്ട്. അപ്പോൾ വേറൊരു രീതിയാണ് ഇത്. ഞാൻ ഈ പ്ലെയിൻ ആയിട്ടുള്ള കളർ മിക്സിയിൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പെയിൻറ്റ് തൊട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തതാണ്. ഇത് ബീഡ്സ് ആണ്, എനിക്കൊന്ന് ഇതിൻ്റെ ഫസ്റ്റിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ട ഉള്ളിൽ ബീഡ്സ് ആണ്, ചെറിയ ചെറിയ ബീഡ്സ് നമുക്ക് മേടിക്കാൻ കിട്ടും, അതാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള റെസിനിലേക്ക് ഈ എപ്പോക്സി റെസിനിലേക്ക് ഇങ്ങനെ ഗ്ലിറ്റർ പേപ്പർ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അത് പേപ്പർ എന്ന് പറയുമ്പോൾ അത് പ്ലാസ്റ്റിക് പേപ്പർ ആയിരുന്നു തോന്നുന്നു. ഇത് റെഡും ബ്ലാക്കും രണ്ടും കൂടെ നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ രീതിയല്ല, ടോപ്പിൽ മാത്രം, അതായത് ബ്ലാക്കിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് റെഡ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തതാണത്. ഇത് ഓറഞ്ച് ഷെയ്ഡ് സെയിം അത് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓറഞ്ച് പെയിൻ്റ് ആണ് കേട്ടോ. പെയിൻറ്റ് സെയിം നമ്മുടെ ഈ നമ്മൾ പെയിൻറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന അതേ പെയിൻറ്റ്, അല്ലാതെ വീട്ടിലടിക്കുന്ന പെയിൻ്റ് അല്ല. ഇതും അതുപോലെ തന്നെ പിങ്ക് കളറിലുള്ള പെയിൻറ്റ് വെച്ച് ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ഇയറിങ്സ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ, ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എല്ലാ കമ്മലും ഒന്നും ഇട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അതെ ഇതുപോലെ ഇതൊരെണ്ണമാണ്, അതിലൊരെണ്ണമാണ് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണം, കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ കേട്ടെങ്കിൽ എനിക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് വേണ്ടുന്ന കോണ്ടന്റ് എടുത്ത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ച് നല്ല കോണ്ടന്റ് വീഡിയോ ചെയ്യും. ഓക്കെ, നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ചെയ്തില്ലെന്നല്ല, പക്ഷെ നിങ്ങൾ പറയുക, നിങ്ങളുടെ സജഷൻസും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, വാല്യുബിൾ ആണ്. അത് കാരണം അത് ഇടാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.